തെരഞ്ഞെടുപ്പിൽ ആരുടെയും മോശാരമില്ലാതെ എല്ലാവരും ആക്ഷേപിച്ചിട്ടും എല്ലാവരും വിമർശിച്ചിട്ടും ഒറ്റക്ക് പോരടിച്ച് മദ്രാശി അസംബ്ലിയിലേക്ക് 5 MLA അയച്ചു. ഇന്ത്യയുടെ പ്രഥമ ലോക്സഭയിലേക്ക് ഒരാളെ അയച്ചു. അന്ന് തൊട്ട് ലോക്സഭയിൽ നമ്മൾ ഹാജർ ബുക്കിൽ ഒപ്പിട്ടതാണ്. അള്ളാന്റെ സഹായത്താൽ ഇന്ന് വരെ മുസ്ലിം ലീഗിന്റെ ഒപ്പില്ലാത്തൊരു ലോക്സഭ ഇന്ത്യയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. മുസ്ലിം ലീഗിന് ഒരു ആബ്സെൻസ് മുസ്ലിം സമുദായം ഇന്ന് വരെ ലോക്സഭയിൽ നമുക്കുണ്ടായില്ല. ലീഗില്ലാത്തൊരു ലോക്സഭ കടന്നുപോയിട്ടില്ല. 52 തൊട്ട് ഇന്നും നിലനിൽക്കുന്നു. മദ്രാശി അസംബ്ലിയിലേക്ക് പോയ ആ 5 എണ്ണം അവിടെ നടത്തിയ പോരാട്ടമാണ് ബ്രിട്ടീഷുകാരുണ്ടാക്കി വെച്ച ക്രൂരമായ നിയമങ്ങൾ മുഴുവൻ ഇല്ലാതാക്കിയത്. ബ്രിട്ടീഷുകാരൻ പോയിട്ടും ബ്രിട്ടീഷുകാരുണ്ടാക്കി വെച്ച നിയമം ഇവിടെ അഭംഗുരം തുടർന്നു. ലീഗിന്റെ നേതാക്കൾ മദ്രാശി അസംബ്ലിയിൽ ഗർജിച്ചു. ബ്രിട്ടീഷുകാരെ നാടുവിട്ടു പോയിട്ടും അവന്റെ ദുർഭേദസ് ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. ഞങ്ങളുടെ സമുദായത്തെ പീഡിപ്പിക്കാൻ പോലീസിനെ കണ്ടാൽ മാപ്പിള ഓടുകയാണ്. എന്താണ്? പിടിച്ചു കൊണ്ടുപോയി ജയിലിടാൻ. മാപ്പിളയെ കൊണ്ടുപോയി ഇടാം. ജഡ്ജി വലിയ കോടതിയുമില്ല. എല്ലാവർക്കും കോടതിയും ജഡ്ജിയും വഴിയെ ശിക്ഷിക്കപ്പെടുമെങ്കിൽ മാപ്പിളമാർക്ക് അതായിരുന്നു ഇവിടുത്തെ നിയമം. ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമമാണ് സെൻട്രൽ പ്രിസൺ ആക്ട്, വൈൽഡ് ലൈഫ് ആക്ട്, അതേപോലെ തന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ട്രേഡ് ആൻഡ് മർക്കൻഡൈസ് ആക്ട്. ഇന്ത്യ രാജ്യത്തിലെ എല്ലാ ആക്ടുകളും ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ്. അതൊക്കെ തന്നെ എപ്പോഴും നിലനിൽക്കുന്നത്. പക്ഷെ അതിൽ മാപ്പിളമാർക്കെതിരെ ഉണ്ടാക്കിയ ആക്ട് അതെങ്ങനെ പിൻവലിക്കപ്പെട്ടത്? ഇന്നിപ്പോൾ UAPയെ പിൻവലിക്കുക എന്ന് പറഞ്ഞ് പല കുട്ടികളും ബോർഡ് വെച്ചാണ്. ഈ UAPന്റെ വല്യാപ്പ മൂത്താപ്പാണ് ഇന്ന് ഈ സാധനം മാപ്പിള ഔട്ടറേജസ് ആക്ട്. എങ്ങനെ ഇത് പിൻവലിച്ചത്? മദ്രാസ് അസംബ്ലിയിൽ മുസ്ലിം ലീഗ് നടത്തിയ പോരാട്ടമാണ്. മദ്രാസി ഗവൺമെന്റ് ആണ് ഇത് പിൻവലിച്ചത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. തനിയാവർത്തനമാകേണ്ട ഒരുപാട് അതൊക്കെ ഇവിടെയൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. ലോക്സഭയിലെ പോരാട്ടം അന്ന് തുടങ്ങിയ പോരാട്ടമാണ്. ഈ സമൂഹത്തിന്റെ വിദ്യാഭ്യാസം മാത്രമല്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് മുസ്ലിം സമുദായത്തിനുള്ളത്, അല്ലേ? സർ സയ്യിദിന്റെ നേതൃത്വത്തിൽ രൂപപ്പെട്ട അലിഗഡ് മുസ്ലിം സർവകലാശാല, മൗലാന ഹക്കീമുൽ അജ്മൽ ഖാന്റെ നേതൃത്വത്തിൽ രൂപപ്പെട്ട ജാമിയ മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി, പ്രസിദ്ധമായ ഉസ്മാനിയ സർവകലാശാല. ഈ 3 വലിയ ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിം സർവകലാശാലകൾക്ക് നേരെ ഇന്ത്യ രാജ്യത്ത് എത്ര നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ മുസ്ലിം സ്വഭാവം എടുത്തു കളയാൻ. അപ്പോഴൊക്കെ മുസ്ലിം ലീഗാണ് അതിന് പ്രതിരോധം തീർക്കാൻ ഇന്ത്യൻ പാർലമെന്റിൽ ചാടി വീഴുന്നത്. 500 പേരുള്ള ഒരു സഭ പോയിട്ട് മുസ്ലിം സ്ഥാപനങ്ങളെ വിഴുങ്ങാൻ തീരുമാനിക്കുമ്പോൾ 1-2 ആളുകൾ നടത്തിയ അതിശക്തമായ ചെറുത്തുനിൽപ്പാണ് ഈ 3 സ്ഥാപനങ്ങളും ഇന്നും ഹയാത്തോടെ നിൽക്കാൻ കാരണം. അതാ നമ്മൾ പഠിക്കേണ്ടത്. കേരളത്തിലാകട്ടെ 956 ഐക്യ കേരളം വന്ന് 57 തൊട്ട് അന്ന് 8 എണ്ണാണ്ട് കയറി ചെന്ന നേതൃത്വത്തിൽ 2019 വരെ കേരള അസംബ്ലിയെ പ്രകമ്പനം കൊള്ളിക്കുന്ന മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ അവരല്ലാതെ ആരാ ഉള്ളത്? 57 തന്നെ പ്രതിപക്ഷത്തിരുന്ന് നിയമനിർമ്മാണം സൃഷ്ടിച്ച അത്ഭുതം സൃഷ്ടിച്ച പാർട്ടിയെ ലീഗ്. ഭരണപക്ഷത്ത് നിന്ന് നിയമനിർമ്മാണം പലരും സൃഷ്ടിക്കും, പ്രതിപക്ഷത്തിരുന്ന് ആരെങ്കിലും നിയമനിർമ്മാണം സൃഷ്ടിക്കോ? ആ അത്ഭുതം കൂടി ലീഗ് നടത്തി. 57 EMS സർക്കാരിൽ പണ്ട് മലബാറിൽ പള്ളി നിർമ്മാണത്തിനുണ്ടായ തടസ്സം, ആ തടസ്സമുണ്ടാക്കുന്ന നിയമം കേരളത്തിൽ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പ്രൈവറ്റ് ബിൽ അവതരിപ്പിക്കാൻ മുന്നോട്ട് വന്നത് CH. ഭരണഘടനാ വിരുദ്ധമാണിത്, ഇത് പിൻവലിക്കണമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഞങ്ങൾ കോടതി പോകുമെന്ന് പറഞ്ഞു. 2-3 ദിവസം അസംബ്ലിയിൽ നടന്ന രൂക്ഷമായ സംവാദങ്ങൾ, 10-20 MLA ചർച്ചയിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി EMS ആ 3 ദിവസം സഭയിലേക്ക് തിരിഞ്ഞു പോലും നോക്കിയില്ല. അവസാനം നിയമമന്ത്രിയായ കൃഷ്ണയ്യർ അദ്ദേഹം പരസ്യമായി പറഞ്ഞു, എനിക്ക് നിയമം അറിയുന്ന ഒരാളാണ്. CH പ്രതിപക്ഷത്ത് നിന്ന് അവതരിപ്പിച്ചൊരു ബില്ലായിരിക്കാം, പക്ഷെ CHന്റെ ബില്ലിലുള്ളത് കാതലായ കാര്യമാണ്. ഇവിടെ നിലനിൽക്കുന്നത് ഭരണഘടനാ വിരുദ്ധതയുണ്ട്, ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് പ്രതിപക്ഷത്തെ ഒരു MLA കൊണ്ടുവന്ന പ്രമേയാന്ന് പറഞ്ഞ് അതിനെ അവജ്ഞതയോടെ തള്ളിക്കളഞ്ഞിട്ട് കാര്യമില്ല. നാളെ CH കോടതിയിൽ പോയാൽ അത് അനുസരിക്കേണ്ടി വരും. അതുകൊണ്ട് CH ആ ബില്ല് പിൻവലിച്ച് എന്റെ കയ്യിലേക്ക് തരിക, ഞാനത് ട്രഷറി ബെഞ്ചിൽ നിന്നും ആ സ്വകാര്യ പ്രമേയത്തെ ഔദ്യോഗിക നിയമമാക്കി അവതരിപ്പിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പ്രതിപക്ഷത്തിരുന്ന് CH അവതരിപ്പിച്ച പ്രൈവറ്റ് ബില്ല് ഭരണപക്ഷത്ത് നിന്ന് നിയമമായി മാറിയ ഒരു മായാജാലം പോലും മുസ്ലിം ലീഗ് സൃഷ്ടിച്ചു. അന്ന് തൊട്ടാണ് പള്ളിയുടെ പുനർനിർമ്മാണം, പള്ളിയുടെ അറ്റകുറ്റപ്പണികൾ, ഇതിനൊക്കെയുള്ള എല്ലാ നിയമ തടസ്സങ്ങളും മാറിക്കിട്ടിയത്. അതുപോലും ഞങ്ങൾ അക്കൗണ്ടാണ് ഗുലാമന്തോൾ പള്ളി എന്ന് പറഞ്ഞ് ചില ടീം നടക്കുന്നുണ്ട്. അതിന്റെ പൊട്ടത്തിരൊക്കെ നമ്മൾ തുറന്നു കാണിച്ചതാണ്, ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ശേഷം നോക്കൂ നിങ്ങൾ, 967 ആകുമ്പോഴേക്കും
മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസ നിലവാരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. നമുക്ക് സ്പീക്കർ പദവി കിട്ടി, മറ്റുള്ള പദവി കിട്ടി. വിദ്യാഭ്യാസം അന്ന് ഗൾഫില്ല, ഒന്നുമില്ല, ആകെ സിലോണും ബർമയാണ്. അന്ന് ഗൾഫ് രാജ്യം വളരെ കുറവാണ്. ഏതെങ്കിലും വർത്തക പ്രമുഖരുണ്ടെങ്കിൽ ചാലിയത്തെ ഇമ്പിച്ചി ഹാജി, അദ്ദേഹം സിലോണിലാണ്. സൗദി ഗവൺമെന്റിന് മൂപ്പർ അങ്ങോട്ട് തക്കാത്ത് കൊടുക്കില്ല. അന്ന് സൗദിയൊക്കെ ദരിദ്ര രാജ്യമാണ്. സൗദി രാജാവിന് സിലോണിലെ പ്രമുഖ വർത്തക പ്രമുഖനായ ചാലിയൻ സ്വദേശിയായ ഉമ്പിച്ചി ഹാജി അക്കാലത്ത് 10,000 ഉറുപ്പ്യ എന്ത് ചെയ്യും? സൗദി സർക്കാരിന് അങ്ങോട്ട് സക്കാത്ത് കൊടുത്തേക്കും, ഹറമ് പരിപാലനത്തിന്. അന്നൊക്കെ സിലോണിലേക്കും ബർമയിലേക്കും പോയ ഒരു ചരിത്രമുള്ളത്, വളരെ വിരലുണ്ടാവുന്ന ആളുകൾ. സ്കൂളില്ല, പഠിക്കാനൊന്നുമില്ല. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എവിടെ പഠിച്ചത്? മലപ്പുറത്ത് എന്താണ് MSP സ്കൂൾ ഗ്രൗണ്ട് ഉണ്ട്. ബ്രിട്ടീഷുകാരുടെ സ്കൂളിൽ എൻ്റെ മോൻ പഠിക്കണ്ടെന്ന് പൂക്കോയ തങ്ങൾ പറഞ്ഞു. പകരം കോഴിക്കോട്ട് MMI സ്കൂൾക്കാണ് പോയത്. എവിടെയാന്നൊക്കെ പഠിക്കാൻ സ്കൂളുള്ളത്? അതുകൊണ്ട് തന്നെ ആർക്കും വിദ്യാഭ്യാസമില്ല. ഏതോ നാട്ടിൽ പോയി പഠിക്കണം. ET മുഹമ്മദ് ബഷീർ എളമരം സ്വദേശിയാണ്, വാഴക്കാടിനടുത്ത്. അദ്ദേഹം സ്കൂളിൽ പോകാൻ വന്നത് ചാലിയം പിച്ച സ്കൂൾ, ഞങ്ങളുടെ നാട്ടിലാണ്. ചാലിയത്തെ എല്ലാ വീടുകളിലും അന്ന് പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് താമസിക്കാൻ മുൻഭാഗത്ത് റൂം ഉണ്ടാക്കി വെക്കും, ഭക്ഷണം കൊടുക്കും സൗജന്യമായിട്ട്. എല്ലാ തറവാടിൻ്റെ പണി. എത്രയോ ആളുകളായിരുന്നു അവിടെ പഠിക്കാൻ വന്നത്. അതായിരുന്നു കാലഘട്ടം. 1967 മുസ്ലിം ലീഗ് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു, വിദ്യാഭ്യാസ വകുപ്പ് ആരാണ് തരുന്നത് അവരായിട്ട് ഞങ്ങൾ സഖ്യമാവും പറഞ്ഞു. അത് വേണമെന്ന് പറഞ്ഞു, ഡിമാൻഡ് ചെയ്തു ഒരു പാർട്ടി. അന്ന് മുസ്ലിം ലീഗിന് സഹായം ഉണ്ടായാൽ അധികാരത്തിലെത്താൻ സാധിക്കും എന്ന് ഉറപ്പുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുസ്ലിം ലീഗിന്റെ ആവശ്യത്തെ അംഗീകരിച്ചു. അത് പ്രകാരമാണ് മുസ്ലിം ലീഗ് അവരുമായി ധാരണ ഉണ്ടാക്കിയത്. വിദ്യാഭ്യാസ വകുപ്പ് കിട്ടണം, ഒരു സർവകലാശാല വേണം മലബാറിൽ, ജനസംഖ്യാനുപാതകമായി ഇവിടെ ഒരു ജില്ലയും വരണം. ആ ധാരണക്ക് പുറത്ത് 67 കമ്മ്യൂണിസ്റ്റുകാരേറ്റ് പോലും മുസ്ലിം ലീഗ് എല്ലാ തത്വവും മാറ്റിവെച്ച് സഖ്യം ചേർന്നു. അങ്ങനെയാണ് 67 മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് വിദ്യാഭ്യാസ മന്ത്രിയായത്. താങ്കൾ പഠിക്കേണ്ടത് ആ 67 മുതൽ 69 വരെയുള്ള 2 വർഷം മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഗതകാല സ്മരണ പുനർവായന നടത്താൻ വേറൊന്നും നടത്താൻ നിങ്ങൾ കുട്ടികളാണ്, വിദ്യാർത്ഥികളാണ്. ആ 2 വർഷം 200 വർഷത്തെ ചരിത്രങ്ങൾ പഠിക്കാൻ പറയുന്നില്ല. ആ 2 വർഷം കേരളത്തിൽ എത്ര വിദ്യാഭ്യാസ സ്ഥാപനം വന്നു, എത്ര കോളേജ് വന്നു, എത്രയോ LP സ്കൂൾ, എത്രയോ UP സ്കൂൾ, എത്രയോ ഹൈസ്കൂൾ. അതാങ്ങൾ പഠിക്കേണ്ടത്. എത്രയോ കോളേജുകൾ, എന്തിന് സർവകലാശാല വരെ 2 വർഷം കൊണ്ട്. ഒരു ഭീകരമായ മുന്നേറ്റമായിരുന്നു, വിശ്രമരഹിതമായ മുന്നേറ്റമായിരുന്നു. എത്രയോ മാപ്പിള സ്കൂളുകൾ, ആ കാലത്ത് മാപ്പിള സ്കൂളുകൾ ഉണ്ടാക്കി. അതുവരെ ചോദ്യം ചെയ്യപ്പെട്ടു. സർക്കാർ ഖജനാവിൽ നിന്ന് ഫണ്ടെടുത്ത് CH മുഹമ്മദ് കോയ മാപ്പിള സ്കൂൾ ഉണ്ടാക്കുന്നു, ഇത് വർഗീയമാണ്. കേളപ്പനെ പോലുള്ളവർ ആരോപിച്ചു. ഇന്നത്തെ അച്യുതാനന്ദനാണ് അന്നത്തെ കേളപ്പൻ. CH സുന്ദരമായ മറുപടി കൊടുത്തു. കേളപ്പന്റെ പേരക്കുട്ടികൾക്കും മാപ്പിള സ്കൂളിൽ ചേരാമെന്ന് പറഞ്ഞു. കേളപ്പന്റെ പെങ്ങളെ മക്കൾക്ക് വേണമെങ്കിൽ അധ്യാപകരുണ്ടെങ്കിൽ മാപ്പിള സ്കൂളിൽ അധ്യാപക വൃത്തിയിലേക്കും വരാമെന്ന് പറഞ്ഞു. എന്താണ് ഇന്ത്യൻ ഭരണഘടനയിൽ വിദ്യാഭ്യാസപരമായി പിന്നോക്കം പോയ സമൂഹത്തിന് അവരെ വിദ്യാഭ്യാസപരമായി ഉയർത്തിക്കൊണ്ടുവരാൻ, അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കാൻ സ്റ്റേറ്റിന് അധികാരമുണ്ട്. അതുകൊണ്ട് ഞാൻ ആ സമുദായത്തിന്റെ പേര് ഉപയോഗിച്ചു. പള്ളിക്കൂടം തുടങ്ങാൻ എന്റെ സമുദായത്തിന്റെ പേര് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ പോയി പഠിക്കുന്ന കുട്ടികൾ മാപ്പിളയാകണമെന്ന് ഞാൻ എവിടെയും എഴുതി വെച്ചിട്ടില്ല. പഠിപ്പിക്കുന്നത് മാപ്പിളയാകണമെന്നും ഞാൻ എഴുതി വെച്ചിട്ടില്ല. അതുകൊണ്ട് മിസ്റ്റർ കേളപ്പൻ, അങ്ങയുടെ പേരക്കുട്ടികൾക്കും മാപ്പിള സ്കൂളിലേക്ക് സ്വാഗതമെന്ന് CH കേരള നിയമസഭയിൽ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു. ആ മാപ്പിള സ്കൂളിൽ പോയി പഠിച്ച് ഉന്നത സ്ഥാനത്തെത്തിയ മുസ്ലിം അല്ലാത്ത എത്രയോ ആളുകളുണ്ട്. കോഴിക്കോട് ഗവൺമെന്റ് സയൻസ് കോളേജിലെ ഈ അടുത്ത് മരിച്ചുപോയ അദ്ദേഹം പ്രിൻസിപ്പാളായിട്ട് റിട്ടയർ ചെയ്ത് ഒരു സദസ്സിൽ വെച്ച് അദ്ദേഹം തീർത്തു പറഞ്ഞു, എൻ്റെ നാട്ടിൽ LP സ്കൂളിൽ പോകണമെങ്കിൽ 4-5 കിലോമീറ്റർ പോകണം. ആ പ്രായത്തിൽ 2-3-4 കിലോമീറ്റർ ദൂരം നടന്നു പോകാൻ ഒരു കുട്ടിയെ ഒരു മാതാപിതാക്കൾ അയക്കില്ല. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും പ്രാഥമിക വിദ്യാഭ്യാസം നേടാനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ നാട്ടിലെ ലീഗുകാർ CH മുഹമ്മദ് കോയയെ കൊണ്ടുവന്നിട്ട് ആ നാട്ടിലൊരു ലീഗിന്റെ യോഗം നടത്തിച്ചു. യോഗം കഴിഞ്ഞ് പോകുമ്പോൾ ഒരു പള്ളിക്കൂടം വേണമെന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു മാപ്പിള സ്കൂൾ അവിടെ അനുവദിച്ചു. കമാലിയ മാപ്പിള സ്കൂൾ എന്നായിരുന്നു അതിന് പേര്. ആ സ്കൂൾ വന്നോടെ എനിക്ക് അവിടെ ചേരാൻ കഴിഞ്ഞു. അന്ന് ആ സ്കൂൾ വന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പാളായി ഞാൻ നിങ്ങളെ കാണുന്നത്. ആ സ്കൂൾ അവിടെ മാപ്പിള സ്കൂൾ വന്നില്ലായിരുന്നുവെങ്കിൽ എൻ്റെ ഗതി വേറൊന്നുമായിരുന്നു. അത്തരത്തിൽ ഒരുപാട് പ്രതിഭകളാണ് അവിടുന്ന് സൃഷ്ടിക്കപ്പെട്ടത്. കാലിക്കറ്റ് സർവകലാശാല നേടിയ രംഗം ഓരോ വിദ്യാർത്ഥിയും പഠിക്കേണ്ടതാണ്.
കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ കാലത്താണ് എന്നത് ശരിയാണ്. പക്ഷെ അതോടൊപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിസ്സഹകരണമായിരുന്നു. ഗൗരിയമ്മ അത് തുറന്നു പറഞ്ഞു. മലപ്പുറം ജില്ല രൂപീകരിക്കപ്പെട്ടതും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എടുത്തതും ഒരു അമ്മ കുഞ്ഞിന് അമ്മിഞ്ഞ കൊടുത്തതുപോലെയല്ല, മറിച്ച് ഇല്ലിക്കെട്ടിന്റെ അകത്ത് നിന്ന് പഞ്ഞിക്കെട്ട് വലിച്ചു ഊരി കൊണ്ടുപോവുകയായിരുന്നു മുസ്ലിം ലീഗുകാർ കാലിക്കറ്റ് സർവകലാശാലയിൽ നേടിയതെന്ന. അത്രയും വലിയ പോരാട്ടം നടത്തിയത്. അതിന്റെ തറക്കല്ലിട്ടത് ആരാണ്? ഒരു സർവകലാശാലക്ക് ആരാ തറക്കല്ലിടുക? ഒന്നൊക്കെ രാഷ്ട്രപതി, അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി, അല്ലെങ്കിൽ പ്രധാനമന്ത്രി. ഇനി സ്റ്റേറ്റ് തലത്തിലാണെങ്കിൽ ഗവർണർ, അതാണ് ചാൻസലർ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി. ഈ റേഞ്ചിൽപ്പെട്ടവരൊക്കെയാണ് സർവകലാശാലക്ക് തറക്കല്ലിടുക. പക്ഷെ അതിനൊരു അപവാദ കാലിക്കറ്റ് സർവകലാശാല. ആ സർവകലാശാലയ്ക്ക് തറക്കല്ലിട്ടത് ഒരു സ്റ്റേറ്റിന്റെ കേവലം ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ്. ആ ഭാഗ്യം കിട്ടിയത് ഒരു സർവകലാശാലയുടെ തറക്കല്ലിടാൻ ഭാഗ്യം കിട്ടിയ ഇന്ത്യയിലെ തന്നെ ഒരു സ്റ്റേറ്റിലെ വിദ്യാഭ്യാസ മന്ത്രി CH മുഹമ്മദ് കോയ സാഹിബായിരിക്കും. അദ്ദേഹം തറക്കല്ലിടുമ്പോൾ ആ ഫോട്ടോ ഇന്നും സത്യമേവ ജയതേ എന്ന ബോർഡിന്റെ അകത്തേക്ക് പോയി കാലിക്കറ്റ് സർവകലാശാലയുടെ സ്റ്റോൺ ലേയിങ് ഫംഗ്ഷൻ എന്ന ഉല്ലേഖനം ചെയ്തു വെച്ചൊരു പടമുണ്ട്. CH തറക്കല്ലിടുന്നു, തലപ്പാവ് ധരിച്ച സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫയ്ക്ക് തങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു, കുറെ കള്ളിത്തുണിയും ബനിയനൊക്കെ എടുത്ത് കുറെ അവിടുത്തെ കാക്കാമാരും. കേരളത്തിന്റെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട് മലപ്പുറം ജില്ലക്കാരനാ. അദ്ദേഹം ഒന്ന് മലപ്പുറത്തുണ്ട്, കണ്ടു വന്നില്ല. EK ഇമ്പിച്ചി ബാബ മലപ്പുറക്കാരനാണ്, അന്നത്തെ ട്രാൻസ്പോർട്ട് മന്ത്രി. അദ്ദേഹം ജില്ലയിലുണ്ട്, വന്നില്ല. മുസ്ലിം ലീഗിന്റെ ഇച്ഛാശക്തിയായിരുന്നു.